പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ ഭൂചലനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 3.2 തീവ്രതയുള്ള ഭൂകമ്പമാണ് പ്രാദേശിക സമയം രാത്രി 11:45 ഉണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഭൂമിക്കടിയിൽ 13 കിലോമീറ്റർ താഴ്ചയിലാണ് ഇതിന്റെ ഒരു ഉത്ഭവം ഉണ്ടായത് എന്നാണ് കുവൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയന്റിഫിക് റിസർച്ച് അറിയിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറുള്ള മാനാഖിഷ് പ്രദേശത്താണ് ഈ ഭൂചലനം ഉണ്ടായതെന്നാണ് കുവൈറ്റ് നാഷണൽ സീസ്മിക് നെറ്റ്വർക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപകടങ്ങളോ നാശനഷ്ടങ്ങളോ ഇതിന്റെ മുഖാന്തരം ഉണ്ടായിട്ടില്ല എന്ന് അറിയാൻ സാധിക്കുന്നു. അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയിൽ ഭൂചലനം രേഖപ്പെടുത്തിയിരുന്നു. റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂചലനമായിരുന്നു അന്നുണ്ടായത്. അന്ന് ഏകദേശം പുലർച്ചെ 2:39 ആയിരുന്നു ഈ ഭൂചലനം രേഖപ്പെടുത്തിയത്. ജുബൈലിൽ നിന്നും 55 കിലോമീറ്റർ അകലെ കിഴക്കുഭാഗത്ത് സമുദ്ര ഉപരിതലത്തിൽ നിന്ന് 10 കിലോമീറ്റർ താഴ്ചയിലായിരുന്നു അന്ന് ഭൂചലനത്തിന്റെ പ്രഭാവ കേന്ദ്രമുണ്ടായത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ആളപായമോ നാശനഷ്ടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ജാഗ്രത വേണ്ടുന്ന ഒരു സന്ദർഭം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് തൊട്ടു മുമ്പ് മ്യാൻമറിലും തായ്ലാന്റിനും ഒക്കെ വലിയ ഭൂകമ്പമുണ്ടായി. ഇതിനൊക്കെ തൊട്ട് പിന്നാലെയാണ് ഭൂകമ്പത്തിന്, അതായത് ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ നേപ്പാളിലും ഭൂചലനം രേഖപ്പെടുത്തുന്നത്. റിക്ടർ സ്കെയിലിൽ 5 തീവ്രത രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഭോപ്പാലിൽ ഈ പറയുന്ന ഭൂചലനം ഉണ്ടായത്. ഇതിന്റെ ഫലമായിട്ട് വടക്കേ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലൊക്കെ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായിട്ടാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രാദേശിക സമയം വൈകുന്നേരം 7:52 ഈ ഭൂചലനമെല്ലാം രേഖപ്പെടുത്തിയത്. നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ജനങ്ങളിൽ ഭീതി പടർത്തുന്ന ഒന്ന് തന്നെയായിരുന്നു ഇത്. 20 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം ഉണ്ടായതെന്നാണ് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചത്. ആൻഡ്രോയിഡ് ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം അനുസരിച്ച് നേപ്പാളിലെ ഗാർഖകോട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമായി പറയുന്നത്. നേപ്പാളിലുണ്ടായ ഭൂചലനത്തിന്റെ ഭാഗമായി ഡൽഹി NCRലും ഭൂചലനം അനുഭവപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. ഭൂചലനത്തിന്റെ വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ ഉത്തർപ്രദേശിലും ബീഹാറിലും ചലനങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ നെറ്റിസൺസ് സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെക്കുകയുണ്ടായി. മാർച്ച് 29 മ്യാൻമറിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂചലനമാണ് ഉണ്ടായിരുന്നത്. മ്യാൻമറിനെ അടിമുടി തകർത്ത ഭൂചലനത്തിൽ 2700-ലധികം ആളുകളാണ് മരണപ്പെട്ടത്. മ്യാൻമറിലെ രണ്ടാമത്തെ വലിയ നഗരമായിട്ടുള്ള മാൻഡിലയിൽ നിന്ന് 17.2 കിലോമീറ്റർ അകലെയായിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഇവിടെയാണ് ഏറ്റവും അധികം നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിൽ മേഘാലയയിലും മണിപ്പൂരിലും ബംഗ്ലാദേശ്, ചൈന എന്നിവിടങ്ങളിലും ഭൂചലനത്തിന്റെ പ്രകമ്പനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ കുവൈറ്റിലും ഭൂചലനത്തിന്റെ സാധ്യതകളുണ്ട് എന്നുള്ള രീതിയിൽ, ഭൂചലനം അനുഭവപ്പെട്ടു എന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് പുറത്തുവരുന്നത്. റിക്ടർ സ്കെയിലിന് 3.2 തീവ്രതയുള്ള ഭൂചലനമാണ് പ്രാദേശിക സമയം രാത്രി 11:45 കുവൈറ്റിൽ ഉണ്ടായിരിക്കുന്നത്, അനുഭവപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഭൂമിക്കടിയിൽ വെച്ച് 13 കിലോമീറ്റർ താഴ്ചയിലാണ് ഇതിന്റെ ഉത്ഭവം എന്നാണ് റിപ്പോർട്ടുകൾ.